നമ്മളിന്ന് പഠിക്കുന്നത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ അഥവാ നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള എന്ന് പറയുന്ന നമ്മുടെ 10th ലെവൽ പ്രിലിമിനറിയിലെ സിലബസിൽ കൊടുത്തേക്കുന്ന ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പം നമുക്ക് നോക്കാം. ഭരണപരമായി ഏകീകരിക്കപ്പെടാതിരുന്നതിനാൽ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ഏകീകൃത രൂപം ഉണ്ടായിരുന്നില്ല. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയപ്പോൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും റെസിഡൻറ്റുമാരിലൂടെ പരോക്ഷമായാണ് ഭരണം നടത്തിയിരുന്നത്. അപ്പം മലബാറിലെ ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ നേരിട്ടുള്ള ഭരണമായിരുന്നു. പക്ഷേ കൊച്ചിയിലും തിരുവിതാംകൂറിലും റെസിഡൻറ്റ് ഭരണമായിരുന്നു. അതിനാൽ മലബാറിലെ പോലെ രാഷ്ട്രീയ സമരങ്ങൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും ശക്തമായിരുന്നില്ല. അപ്പോൾ രാഷ്ട്രീയ സമരങ്ങൾ ഏറ്റവും കൂടുതൽ ശക്തമായിരുന്നത് എവിടെയായിരുന്നു? മലബാറിലായിരുന്നു. മലബാർ ജില്ലാ കോൺഗ്രസിനെ കുറിച്ച് നോക്കാം. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ മലബാറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ശക്തമാവുകയുണ്ടായി. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടം എത്രയാണെന്ന് നമുക്കറിയാം. 14 മുതൽ 16 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് മലബാറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ശക്തമായി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിക്ക് വഴിതെളിച്ച ദേശീയ പ്രസ്ഥാനത്തിൽ ബ്രിട്ടീഷ് മലബാർ വഹിച്ച പങ്ക് പ്രധാന ഒരു പങ്കാണ്. കേരളത്തിലെ സൂററ്റ് എന്താണെന്ന് നോക്കാം. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനം, അതായത് 5ാം മലബാർ ജില്ലാ സമ്മേളനം ഭരണപരിഷ്കാരം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ ജില്ലാ സമ്മേളനം, 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനം, അത് 5ാം മലബാർ ജില്ലാ സമ്മേളനമാണ് കേട്ടോ. 1920 നടന്നത് 5ാം മലബാർ ജില്ലാ സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ ഭരണപരിഷ്കാരം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് വിഷയങ്ങൾ, ഭരണപരിഷ്കാരം, ഒന്നാമത്തെ പോയിന്റ് ഭരണപരിഷ്കാരം, ഖിലാഫത്ത്, കുടിയാൻ പ്രശ്നങ്ങൾ എന്ത് ചെയ്തു? ചർച്ച ചെയ്തു. മന്നത്ത് കൃഷ്ണൻ നായരായിരുന്നു കുടിയാൻ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ നേതാവ്. അപ്പം മന്നത്ത് കൃഷ്ണൻ നായരായിരുന്നു കുടിയാൻ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് മന്നത്ത് കൃഷ്ണൻ നായർ. 5ാമത് രാഷ്ട്രീയ സമ്മേളനം മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ അതൃപ്തികരവും നിരാശാജനകവുമാണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസ്സാക്കി. അപ്പം 5ാം മലബാർ ജില്ലാ സമ്മേളനം എന്ന് പറയുന്നത് 1920 മഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ എന്ത് ചെയ്തു? മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ അതൃപ്തികരവും നിരാശാജനകവുമാണെന്ന് പ്രസ്താവിക്കുന്ന പ്രമേയം പാസ്സാക്കി. ഓക്കെ. കഴിയുന്നതും വേഗം മലബാറിൽ ഭൂപരിഷ്കരണങ്ങൾ നടപ്പിലാക്കണമെന്നും ആ സമ്മേളനം ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് ഭരണപരിഷ്കാരം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് പ്രശ്നം. അപ്പോൾ ഭരണപരിഷ്കാരം നമ്മൾ നോക്കിയിട്ടുണ്ട്. അതെന്താണ്? മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ അതൃപ്തികരമാണെന്ന് ചർച്ച ചെയ്തു. പിന്നെന്താണ്? മന്നത്ത് കൃഷ്ണൻ നായരുന്നാണ് കുടിയാൻ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തത്. കഴിയുന്നതും വേഗം മലബാറിൽ ഭൂപരിഷ്കരണങ്ങൾ നടപ്പിലാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ആനി ബസന്റും അനുയായികളും 5ാം മലബാർ ജില്ലാ സമ്മേളനത്തിൻ്റെ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ആനി ബസന്റും അനുയായികളും എന്ത് ചെയ്തു? ഈ ഒരു സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. മഞ്ചേരിയിൽ നടന്ന 5ാം മലബാർ ജില്ലാ സമ്മേളനം, അല്ലെങ്കിൽ മഞ്ചേരിയിൽ നടന്ന 5ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം കേരളത്തിലെ സൂററ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അത് ഏത് വർഷമാണ്? 1920 ജില്ലയുടെ നാനാഭാഗങ്ങളിൽ നിന്നുമായി 1300 പ്രതിനിധികൾ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. പ്രമേയങ്ങൾ പാസ്സാക്കുന്നതിനെ തുടർന്ന് സമ്മേളനത്തിൽ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ ഭിന്നിപ്പുണ്ടായി. ജന്മിമാരും പണക്കാരും കോൺഗ്രസിൽ നിന്ന് വിട്ടുപോവുകയും കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും ഇടത്തരക്കാർക്കും വേണ്ടി നിലകൊണ്ട തീവ്രവാദികളുടെ കൈകളിൽ നേതൃത്വം വന്നു ചേരുകയും ചെയ്തു. അടുത്ത 1885 സ്ഥാപിതമായ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാലം മുതൽക്കേ മലബാറിൽ പലരും അംഗങ്ങളായിട്ടുണ്ടായിരുന്നു. മലബാറിൽ നിന്ന് സർ സി ശങ്കരൻ നായരാണ് കോൺഗ്രസിൻ്റെ 1897 അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത്. അപ്പോൾ ആരാണ്? മലബാറിൽ നിന്നുള്ള സർ സി ശങ്കരൻ നായർ. സി ശങ്കരൻ നായരാണ് 1897 അമരാവതി സമ്മേളനത്തിൽ എന്ത് ചെയ്തത്? INCയുടെ അധ്യക്ഷം വഹിച്ചത്. 1897 അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചു. 1903 സി വിജയരാഘവാചാര്യയുടെ അധ്യക്ഷതയിലും കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിലും കോഴിക്കോട് വെച്ചൊരു രാഷ്ട്രീയ സമ്മേളനം നടന്നിട്ടുണ്ട്. അപ്പോൾ 1903 എന്ത് ചെയ്തു? സി വിജയരാഘവാചാര്യയുടെ നേതൃത്വത്തിലും അല്ലെങ്കിൽ അധ്യക്ഷതയിലും കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിലും കോഴിക്കോട് വെച്ചൊരു രാഷ്ട്രീയ സമ്മേളനം ചേർന്നിട്ടുണ്ട്. 1908 മലബാറിൽ കോൺഗ്രസിൻ്റെ ഒരു ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു. അപ്പോൾ 1908 എന്ത് ചെയ്തത്? മലബാറിൽ കോൺഗ്രസിൻ്റെ ഒരു ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചത് 1908. KP കേശവ മേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, K മാധവൻ നായർ, മൊയ്തു മൗലവി, MB നാരായണ മേനോൻ എന്നിവരാണ് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയത്. അപ്പോൾ ആരൊക്കെയാണ്? KP കേശവ മേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, K മാധവൻ നായർ, മൊയ്തു മൗലവി, MB നാരായണ മേനോൻ എന്നിവരാണ് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയത്. അപ്പം മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങളെക്കുറിച്ച് നോക്കാം. ഒന്ന് 1916 പാലക്കാടാണ്. ഒന്നാം സമ്മേളനം 1916 പാലക്കാട്, ആനി ബസന്റ്. അപ്പോൾ ഒന്നാം സമ്മേളനം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ ഒന്നാം സമ്മേളനം നടന്നത് 1916 വരെ.
ആകെ ടോട്ടൽ 5 സമ്മേളനം നടന്നിട്ടുണ്ട്, 16 മുതൽ 20 വരെ കേട്ടോ. 1916 മുതൽ 20 വരെ. അതിൽ എങ്ങനെയാണെന്ന് നോക്കാം. 1916 പാലക്കാടാണ് നടന്നത്. ആനി ബസൻ്റ് ആയിരുന്നു അധ്യക്ഷൻ. രണ്ടാമത്തെ 17 കോഴിക്കോടാണ്. CP രാമസ്വാമി അയ്യരാണ്. അപ്പോൾ CP രാമസ്വാമി അയ്യരാണ് രണ്ടാമത്തത്. 1917 കോഴിക്കോട് CP രാമസ്വാമി അയ്യർ. 16 ഫസ്റ്റത്തത് പാലക്കാടാണ് ആനി ബസൻ്റ്. 1917 രണ്ടാമത്തത് കോഴിക്കോടാണ് CP രാമസ്വാമി അയ്യർ. 1918 മൂന്നാമത് തലശ്ശേരിയിലാണ് ആസാദ് അലിഖാൻ ബഹദൂറാണ്. അപ്പം 18 തലശ്ശേരിയിലെ ആസാദ് അലിഖാൻ ബഹദൂറാണ് 18 മൂന്നാമത്തെ സമ്മേളനം. അത് തലശ്ശേരിയിലാണ് നടന്നത്. 19 വടകര സമ്മേളനം. 1919 വടകര സമ്മേളനം അധ്യക്ഷൻ KP രാമനാണ്. അപ്പോൾ 19 നാലാമത്തെ സമ്മേളനമാണ്. അത് വടകരയാണ് നടന്നത്. അധ്യക്ഷൻ KP രാമനാണ്. 1920 നമ്മൾ പഠിച്ചു, മഞ്ചേരിയിലായിരുന്നു. അധ്യക്ഷൻ കസ്തൂരി രംഗ അയ്യങ്കാറായിരുന്നു. 1920 മഞ്ചേരിയിൽ 5ാം സമ്മേളനം, അധ്യക്ഷൻ കസ്തൂരി രംഗ അയ്യങ്കാർ. അപ്പോൾ ഒന്നാമത്തെ 1916, പിന്നെ 5 വർഷം 17, 18, 19, 21. സ്ഥലം പാലക്കാട്, കോഴിക്കോട്, തലശ്ശേരി, വടകര, മഞ്ചേരി എന്നിങ്ങനെ. അധ്യക്ഷന്മാർ ആനി ബസൻ്റ്, CP രാമസ്വാമി അയ്യർ, ആസാദ് അലിഖാൻ ബഹദൂർ, KP രാമൻ, കസ്തൂരി രംഗ അയ്യർ. അങ്ങനെ ഹോം റൂൾ പ്രസ്ഥാനം നോക്കാം. ആനി ബസൻ്റ് 1916 ആരംഭിച്ച ആൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ ഒരു ശാഖ മലബാറിൽ പ്രവർത്തനം ആരംഭിച്ചു. KP കേശവ മേനോനായിരുന്നു ഹോം റൂളിൻ്റെ കേരളത്തിലെ കാര്യദർശി എന്നറിയപ്പെടുന്നത്. അപ്പോൾ KP കേശവ മേനോനായിരുന്നു ഹോം റൂളിൻ്റെ കേരളത്തിലെ കാര്യദർശി. ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് സർക്കാരിൻ്റെ യുദ്ധയത്നങ്ങൾക്ക് പൊതുജനങ്ങളുടെ പിന്തുണ സമ്പാദിക്കാൻ 1916 കോഴിക്കോട് ഒരു ടൗൺ ഹാളിൽ പൊതുയോഗം കൂടി. യോഗത്തിൽ മലയാളത്തിൽ സംസാരിക്കാൻ കളക്ടർ ഇന്നീസ് അനുവാദം നിഷേധിച്ചതിനെ തുടർന്ന് KP കേശവ മേനോൻ പ്രതിഷേധാത്മകമായി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. നിസ്സഹകരണ പ്രസ്ഥാനം കേരളത്തിൽ. 1920 മഹാത്മാഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വം ഏറ്റെടുത്തതോടുകൂടി മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലും പുതിയ ഒരു കാലഘട്ടം ആരംഭിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം മലബാറിൽ സുശക്തമായിരുന്നു. ജില്ലയിലുടനീളം വിദേശ സാധനങ്ങളും കോടതികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ബഹിഷ്കരിക്കപ്പെട്ടു. ഖിലാഫത്ത് പ്രസ്ഥാനവും മലബാറിലെ മുസ്ലിം സമുദായത്തിന്മേൽ വമ്പിച്ച സ്വാധീന ശക്തി ചെലുത്തി. രാജ്യത്തെങ്ങും ഖിലാഫത്ത് പ്രസ്ഥാനം സംഘടിപ്പിക്കപ്പെട്ടത് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിലായതുകൊണ്ട് കുറേ കാലത്തേക്ക് രണ്ടും ഒരൊറ്റ പ്രസ്ഥാനമായിട്ട് പ്രവർത്തിച്ചു. വലിയ ആവേശത്തോടുകൂടി ഹിന്ദുക്കളും മുസ്ലിങ്ങളും അതിൽ പങ്കെടുത്തു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കോഴിക്കോട് എത്തിയവരാണ് ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും 1920. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കോഴിക്കോട് എത്തിയവരാരൊക്കെയാണ്? ഗാന്ധിജിയും ഷൗക്കത്ത് അലിയുമാണ് 1920. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം ഖിലാഫത്ത് പ്രസ്ഥാനം പ്രചരിപ്പിക്കാനായിരുന്നു. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം എന്തായിരുന്നു? ഖിലാഫത്ത് പ്രസ്ഥാനം പ്രചരിപ്പിക്കാനായിരുന്നു. 1920 ഓഗസ്റ്റ് 18. 1920 ഓഗസ്റ്റ് 18 ഗാന്ധിജി കേരളത്തിലെത്തുന്നത്. 1920 ഓഗസ്റ്റ് 18 ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കട്ടലശ്ശേരി മുഹമ്മദ് മൗലവി, ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി മുഹമ്മദ് അബ്ദുർ റഹ്മാൻ സാഹിബ്. മുസ്ലിം ലീഗിൻ്റെ ആവിർഭാവം കേരളത്തിൽ നോക്കാം. 1930-40 ഇടയിലുള്ള കാലഘട്ടത്തിൻ്റെ അവസാനത്തിലാണ് മലബാറിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് ഒരു പ്രധാന ഘടകമായി മാറുന്നത്. 1906 ധാക്കയിൽ വെച്ച് സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ ശാഖകൾ 1914 മുതൽക്കേ കോഴിക്കോടിൻ്റെ അല്ലെങ്കിൽ മലബാറിൻ്റെ പല ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങിയെങ്കിലും ലീഗ് 1934 വരെ ജില്ലയിലെ ദൃഢമായൊരു സംഘടനയായിരുന്നില്ല. കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് 1934 നടന്ന തെരഞ്ഞെടുപ്പിൽ തെക്കൻ കാനറ നിയോജക മണ്ഡലത്തിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ഷാജി അബ്ദുൽ സത്താർ സേട്ട് 1638 വോട്ടുകൾക്കെതിരെ 1960 വോട്ടുകൾ നേടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അബ്ദുറഹ്മാനെ തോൽപ്പിച്ചത് മലബാർ രാഷ്ട്രീയത്തിൽ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഒരു സജീവ ശക്തിയെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ തെളിവായിരുന്നു. 1937 മലബാറിലെ മുസ്ലിം ലീഗിൻ്റെ ആദ്യ അധ്യക്ഷനായി അബ്ദുറഹ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 1937 എന്ത് ചെയ്തു? മലബാറിലെ മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ അധ്യക്ഷനായിട്ട് അബ്ദുറഹ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്ത മലബാർ കലാപം നോക്കാം. 1836 മുതൽ ചെറുതും വലുതുമായ ഒട്ടനവധി മാപ്പിള കലാപങ്ങൾ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. 1836 മുതൽ. കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള പ്രധാന കാരണങ്ങൾ ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണം, കുടിയൊഴിപ്പിക്കൽ, അന്യായമായ നികുതി പിരിവ്, ഉയർന്ന പാട്ടം എന്നിവയായിരുന്നു. 22ഓളം കലാപങ്ങൾ മലബാറിലുണ്ടായും മലബാറിലെ മുസ്ലിങ്ങളെ മാപ്പിളമാർ എന്നറിയപ്പെട്ടു. അതിനാൽ ഇവർ നടത്തിയ കലാപങ്ങളെ മാപ്പിള കലാപം എന്നറിയപ്പെട്ടു. മാപ്പിളമാർ ഒറ്റയ്ക്കോ സംഘം ചേർന്നോ ഹിന്ദു ജന്മികളെ കൊല്ലുകയും ഹിന്ദുക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഈ കലാപങ്ങളുടെ സാമാന്യ സ്വഭാവം. മാപ്പിള കുടിയാന്മാർ ഈ അനീതിക്കെതിരെ പ്രാദേശിക നേതാക്കന്മാരായ അത്തൻ ഗുരുക്കൾ, ഉണ്ണി മൂസ തുടങ്ങിയവരുടെ കീഴിൽ സംഘടിക്കുകയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. മലബാർ കലാപത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയത് TL
സ്ട്രെഞ്ചാണ്. അപ്പം മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയ ആരാണ്? ടി.എൽ. സ്ട്രെഞ്ച്. കലാപം അടിച്ചമർത്താനായി മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പ്രത്യേക വിഭാഗം പോലീസ് സേനയെ രൂപീകരിച്ചു. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പ്രത്യേക വിഭാഗം പോലീസ് സേനയെ രൂപീകരിച്ചു. തുടർച്ചയായി ഈ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. 1881 തുടർച്ചയായിട്ട് ഈ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഗവൺമെൻറ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തിൻ്റെ ഫലമായി ഉണ്ടായ ദാരിദ്ര്യവും കാർഷിക അസംതൃപ്തിയുമാണ് കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണമെന്ന് ഈ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. പാട്ടത്തിൻ്റെ പേരിൽ കുടിയാന്മാരെ ഇറക്കിവിടാനും ഭൂമി ഒഴിപ്പിച്ചെടുക്കാനും ലഭിച്ച പുതിയ അവകാശം ബ്രിട്ടീഷ് കോടതികളുടെ സഹായത്തോടുകൂടി നടപ്പാക്കുന്ന ജന്മിമാരുടെ ഭാരിച്ച സ്വാധീന ശക്തിയെ നേരിടാൻ ചെയ്യുന്ന ശ്രമങ്ങളാണ് ഈ കലാപങ്ങളെന്ന നിഗമനത്തിലാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഹിന്ദു ജന്മിമാരാണ് ഭൂമിയുടെ യഥാർത്ഥ നാഥന്മാരെന്നും മാപ്പിളമാരായ കൃഷിക്കാർക്ക് ഭൂമിയുടെ മേൽ യാതൊരു അവകാശമില്ലെന്നുള്ള ധാരണയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൈക്കൊണ്ട തെറ്റായ നികുതി നയത്തെ കലാപങ്ങളുടെ യഥാർത്ഥ കാരണമായി ലോഗൻ കൃത്യമായി എടുത്തുകാട്ടി. ജന്മിമാർ നിയമരഹിതമായി ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കുന്നതിൽ നിന്നും കുടിയാന്മാർക്ക് സംരക്ഷണം നൽകാൻ അങ്ങനെ 1887 മലബാർ കുഴിക്കൂർ ചമയ ആക്ട് പ്രാബല്യത്തിൽ വന്നു. അപ്പം ജന്മിമാർ നിയമരഹിതമായി എന്ത് ചെയ്തു? ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കുന്നതിൽ നിന്നും കുടിയാന്മാർക്ക് സംരക്ഷണം നൽകാൻ 1887 എന്ത് ചെയ്തു? മലബാർ കുഴിക്കൂർ ചമയ ആക്ട് 1887 മലബാർ കുഴിക്കൂർ ചമയ ആക്ട് പ്രാബല്യത്തിൽ വന്നു. 1887 ഈ ഒന്നാം ആക്ട് പിന്നീട് 1900 ഒന്നാം ആക്ട് ഭേദഗതി വരുത്തിക്കൊണ്ട് വികസിപ്പിക്കുകയുണ്ടായി. പക്ഷേ അന്നത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ആക്ട് പരാജയപ്പെട്ടു. മലബാറിലെ മാപ്പിള കലഹങ്ങളുടെ അടിസ്ഥാന കാരണം ജിമ്മിത്തവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയത് വില്യം ലോഗനാണ്. അപ്പോൾ എന്താണ്? മലബാറിലെ മാപ്പിള കലഹങ്ങളുടെ അല്ലെങ്കിൽ മാപ്പിള ലഹളകളുടെ അടിസ്ഥാന കാരണം ജിമ്മിത്തവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയത് ആരാണ്? വില്യം ലോഗനാണ്. അടുത്ത പ്രധാനപ്പെട്ട മാപ്പിള കലാപങ്ങൾ നോക്കാം. 1849 അങ്ങാടിപ്പുറം മഞ്ചേരി കലാപങ്ങൾ. 1851 വള്ളുവനാട് രാജാവിൻ്റെ കാര്യസ്ഥനായ കോമമോനെതിരെ നടന്ന കലാപങ്ങൾ. 1851 വള്ളുവനാട് രാജാവിൻ്റെ കാര്യസ്ഥനായ കോമമേനോനെതിരെ നടന്ന കലാപങ്ങൾ. 1852 കളത്തിൽ കേശവൻ തങ്ങൾക്കെതിരെ നടന്ന മട്ടന്നൂർ കലാപം എന്നിവയാണ്. മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട മലബാർ കളക്ടറായിരുന്ന H.V. കനോലി വധിക്കപ്പെടുന്നത് 1855 അപ്പം മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് മലബാറിലെ കളക്ടറായിരുന്ന H.V. കനോലി വധിക്കപ്പെടുന്നത് 1855. 1921 മലബാർ കലാപം നോക്കാം. മാപ്പിള ലഹളകളുടെ തുടർച്ചയായി 1921 നടന്ന കലാപമാണ് മലബാർ കലാപം. 1921 നടന്ന കലാപമാണ് മലബാർ കലാപം. മാപ്പിള ലഹളയെ തുടർന്ന് സുപ്രധാനമായ മണ്ണാർക്കാട് ഏറ്റുമുട്ടൽ നടന്നത് 1921 മണ്ണാർക്കാട് ഏറ്റുമുട്ടൽ നടന്നത് 1921 ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തിപ്പെട്ടതോടെ മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. മലബാറിലെ കർഷകരായ മാപ്പിളമാർ ആയിരുന്നു മലബാറിലെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത്. മലബാർ കലാപത്തിൻ്റെ കേന്ദ്രം തിരൂരങ്ങാടിയാണ്. എവിടെയാണ്? തിരൂരങ്ങാടിയാണ്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമാരൻ പുത്തൂർ സീതക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരാണ് മലബാർ കലാപത്തിൻ്റെ നേതാക്കൾ. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമാരൻ പുത്തൂർ സീതിക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരാണ് മലബാർ കലാപത്തിലെ പ്രധാന നേതാക്കൾ. 1921 മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവ്, മുസ്ലിങ്ങളുടെ അമീർ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിച്ചിരുന്ന വ്യക്തിയാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. 1921 മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവ്, മുസ്ലിങ്ങളുടെ അമീർ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിച്ച വ്യക്തിയാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. മലബാർ ലഹളയെ തുടർന്ന് അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെൻറ്റിന് അലി മുസ്ലിയാർ നേതൃത്വം നൽകി. മലബാർ ലഹളയെ തുടർന്ന് അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെൻറ്റിന് എന്ത് ചെയ്തു? അലി മുസ്ലിയാർ നേതൃത്വം നൽകി. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ് മലബാറിലെ പോരാട്ടങ്ങൾ നടന്നത്. ലഹളക്കാർ തങ്ങളുടെ പ്രബല കേന്ദ്രങ്ങളായ മലപ്പുറം, തിരൂരങ്ങാടി, മഞ്ചേരി, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ നിന്നും ബ്രിട്ടീഷ് അധികാരികളെ തുടച്ചു നീക്കുന്നതിലും ആ പ്രദേശങ്ങളിൽ സ്വന്തം ഭരണം സ്ഥാപിക്കുന്നതിലും വിജയിക്കുകയുണ്ടായി. പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ ഭരണാധികാരിയായി സ്വയം പ്രഖ്യാപിച്ചത് അലി മുസ്ലിയാറാണ്. അപ്പോൾ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ സ്വയം ഭരണാധികാരിയായിട്ട് പ്രഖ്യാപിച്ചത് അലി മുസ്ലിയാറാണ്. ലഹള അടിച്ചമർത്തപ്പെടാനുള്ള പരക്കം പാച്ചിൽ സർക്കാർ അസ്വസ്ഥ പ്രദേശങ്ങളിലേക്ക് ബ്രിട്ടീഷ് പട്ടാളത്തെയും ഗൂർഖ പട്ടാളത്തെയും മിന്നൽ വേഗത്തിൽ അയച്ചു. പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും ഭീകരമായ മർദ്ദന നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു. മലബാർ മാനുവൽ രചിച്ചത് വില്യം ലോഗനാണ്. മലബാർ മാനുവൽ എന്ന പുസ്തകം രചിച്ചവരാണ്? വില്യം ലോഗൻ. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ സി അച്യുതമേനോൻ. ആരാണ്? സി അച്യുതമേനോൻ. ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ വി നാഗമയ്യ. അപ്പോൾ മലബാർ മാനുവൽ വില്യം ലോഗൻ, കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ സി അച്യുതമേനോൻ, ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ വി നാഗമയ്യ.
കലാപത്തിൽ ഹിച്ച്കോക്ക് എന്ന പോലീസ് മേധാവി കൊല്ലപ്പെട്ടു അല്ലേ. കലാപത്തിൽ, ഈ മലബാർ കലാപത്തിൽ എന്ത് ചെയ്തു? ഹിച്ച്കോക്ക് എന്ന പോലീസ് മേധാവി കൊല്ലപ്പെട്ടു. ഹിച്ച്കോക്കിൻ്റെ സ്മരണയ്ക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച അല്ലെങ്കിൽ നിർമ്മിച്ച സ്മാരകം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് കവിത എഴുതിയത് കമ്പളത്ത് ഗോവിന്ദൻ നായരാണ്. അപ്പം ഹിച്ച്കോക്കിൻ്റെ സ്മരണയ്ക്ക് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച സ്മാരകം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് എന്ത് ചെയ്ത് കവിത എഴുതിയത് കമ്പളത്ത് ഗോവിന്ദൻ നായരാണ്. 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിതയാണ് കമ്മത്ത് ചിന്നമ്മ. മലബാർ കുടിയായ്മ നിയമം 1929. മലബാർ കുടിയായ്മ നിയമം 1929. മലബാർ കുടിയായ്മ നിയമം 1929. കൊച്ചി കുടിയായ്മ നിയമം 1914. കൊച്ചി കുടിയായ്മ നിയമം എന്താണ്? 1914. ആൻഡമാൻ നിക്കോബാർ, ബോട്ടണി ബേ എന്നിവിടങ്ങളിലായിരുന്നു മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ നാടുകടത്തിയത്. ആൻഡമാൻ നിക്കോബാർ, ബോട്ടണി ബേ എന്നിവിടങ്ങളിലായിരുന്നു മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ നാടുകടത്തിയത്. അലി മുസ്ലിയാർ, ഭാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നിവരെ കലാപത്തിന് നേതൃത്വം നൽകിയെന്ന കാരണത്താൽ ബ്രിട്ടീഷുകാർ വധശിക്ഷയ്ക്ക് വിധിച്ചു. മലബാർ ലഹളയുടെ അന്തിമഘട്ടത്തിൽ മാപ്പിളമാർ ഒട്ടേറെ അക്രമ പ്രവൃത്തികൾ നടത്തുകയും തന്മൂലം അവർക്ക് സമുദായത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെയും അനുഭാവം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. എം പി നാരായണ മേനോൻ, കെ പി കേശവ മേനോൻ, കെ കേളപ്പൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്നിവർ കോൺഗ്രസ് എം പി നാരായണ മേനോൻ, കെ പി കേശവ മേനോൻ, കെ കേളപ്പൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്നീ കോൺഗ്രസ് നേതാക്കന്മാർ സംഭവങ്ങളുടെ അക്രമാസക്തിയെ തടയാൻ പരമാവധി ശ്രമിക്കുകയുണ്ടായെങ്കിലും അവയുടെ പ്രയത്നം നിഷ്ഫലമായതേ ഉള്ളൂ. അടുത്ത പൂക്കോട്ടൂർ യുദ്ധം നോക്കാം. 1921 മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്നതാണ് പൂക്കോട്ടൂർ യുദ്ധം. മലബാർ കലാപത്തെ ആദ്യ ആസൂത്രിതവും നേരിട്ടുള്ളതുമായ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത് പൂക്കോട്ടൂരിലാണ് 1921 ഓഗസ്റ്റിൽ. ഏകദേശം 3000 കലാപകാരികൾ ഇതിൽ പങ്കെടുത്തു. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് പൂക്കോട്ടൂർ യുദ്ധത്തിന് കാരണം. മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് പൂക്കോട്ടൂർ യുദ്ധത്തിന് കാരണം. ഖിലാഫത്ത് നേതാവായിരുന്ന അലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്തയും വരുന്നു. കലാപം വളരെ ശക്തമായതിനാൽ കലാപം അടിച്ചമർത്താനാവശ്യമായ സൈനിക സഹായം മദ്രാസ് സർക്കാരിനോട് ആവശ്യപ്പെട്ട ജില്ലാ മജിസ്ട്രേറ്റായിരുന്നു തോമസ്. യുദ്ധക്കപ്പലിൻ്റെ സാന്നിധ്യം കലാപകാരികളെ ഭയപ്പെടുത്തുമെന്ന ഉദ്ദേശത്താൽ കോമസ് എന്ന യുദ്ധക്കപ്പൽ കോഴിക്കോട് തുറമുഖത്തെത്താൻ വേണ്ട സജ്ജീകരണം ചെയ്തു. അപ്പം യുദ്ധക്കപ്പലിൻ്റെ സാന്നിധ്യം എന്ത് ചെയ്തു? കലാപകാരികളെ ഭയപ്പെടുത്തുമെന്ന ഉദ്ദേശത്താൽ കോമസ് എന്ന യുദ്ധക്കപ്പൽ എന്ത് ചെയ്തു? കോഴിക്കോടെത്താൻ സജ്ജീകരണം ചെയ്തു. ഒടുവിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിഷ്ഠൂരം ലഹളയെ അടിച്ചമർത്തി നേതാക്കാരുടെ ബന്ധനസ്ഥരാക്കുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. നൂറുകണക്കിന് ആളുകളെ ജയിലിലടച്ചു. അസംഖ്യം പേരെ നാടുകടത്തി. ലഹളയിൽ മൊത്തം 10000 ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചുവെന്ന് കണക്കാക്കപ്പെടുന്നു. ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ ഉയർന്നു വന്ന അതിഗംഭീരമായൊരു ദേശീയ പ്രക്ഷോഭമായിരുന്നു 21 മലബാർ ലഹള. മലബാർ കലാപത്തെ ആസ്പദമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമയാണ് 1921. ഐ വി ശശി സംവിധാനം ചെയ്തതാണ് 1921. മലബാർ കലാപം എന്ന കൃതി രചിച്ച് കെ മാധവൻ നായരാണ്. മലബാർ കലാപം കെ മാധവൻ നായർ. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കവിതയാണ് ദുരവസ്ഥ. ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. ഖിലാഫത്ത് സ്മരണകൾ ആരാണ്? എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് എഴുതിയ കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും. ഉറൂബ് എഴുതിയതാണ് സുന്ദരികളും സുന്ദരന്മാരും. വാഗൺ ട്രാജഡി. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തം 1921 നവംബർ 10-നാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തീവണ്ടി ദുരന്തമാണ് 1921 നവംബർ 10-ന്. മലബാർ കലാപകാരികളിലെ ഗുഡ്സ് വാഗണിൽ നിറച്ച് തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴി 72 പേർ ശ്വാസം മുട്ടി മരിച്ച സംഭവമാണ് എന്തെന്നറിയപ്പെടുന്ന വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷനാണ് പോത്തന്നൂർ. കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരനാണ് TS ഹിച്ച്കോക്ക്. അപ്പം കലാപകാരികളെ കോയമ്പത്തൂരിൽ കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയത് TS ഹിച്ച്കോക്കാണ്. വാഗൺ ട്രാജഡി ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് സുമിത് സർക്കാർ വിശേഷിപ്പിച്ചു. വാഗൺ ട്രാജഡി എന്ത് ചെയ്തു? ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. വാഗൺ ട്രാജഡിയിൽ നടന്ന ഗുഡ് വാഗണിൻ്റെ നമ്പറാണ് MSMLV 1711. MSMLV 1711. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷനാണ് AR നെയ്പ്പ് കമ്മീഷൻ. AR നെയ്പ്പ് കമ്മീഷനാണ് വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷൻ. വാഗൺ ട്രാജഡി മരിച്ചവരുടെ കുടുംബത്തിന് ഗവൺമെൻറ് അനുവദിച്ച നഷ്ടപരിഹാരം 300 രൂപയാണ്. അന്നത്തെ നഷ്ടപരിഹാരം എത്രയാണ്? 300 രൂപ. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് തിരൂരിലാണ്. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരൂരിലാണ്. നടന്നതെന്നാണ് 1921 നവംബർ 10-ന്. 72 പേർ മരിച്ചു. പോത്തന്നൂരിലാണ് റിപ്പോർട്ട് ചെയ്തത്. കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയത് TH ഹിച്ച്കോക്കാണ്. ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച സുമിത് സർക്കാരാണ്. MSMLV 1711 ഉപയോഗിച്ച ട്രെയിന്. കമ്മീഷൻ AR നെയ്പ്പ് കമ്മീഷനാണ്. 300 രൂപ ഗവൺമെൻറ് അനുവദിച്ചു. മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് തിരൂരിലാണ്. അപ്പോൾ ഇത്രയും പഠിക്കുക. അടുത്ത ക്ലാസ്സിലിൻ്റെ ബാക്കി.